അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഞായപ്പള്ളി പള്ളിയിലേക്കാണ് കേട്ടോ. ഇതാണ് ഞായപ്പള്ളി പള്ളി. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഈ പള്ളി ഇപ്പോൾ എല്ലായിടത്തും ഇപ്പം വൈറലാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റിയിൽ അതിൻ്റെ മുഴുവൻ ഭംഗി അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ആ ഭംഗി നേരിട്ട് തന്നെ കണ്ടതാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഭംഗി. കാരണം ആ പ്രകൃതിയുടെ ഭംഗിയും പള്ളിയുടെ ഭംഗി രണ്ടും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴക്കം ചെന്ന പള്ളിയാണ് കേട്ടോ. അപ്പം 4 വർഷം മുന്നെയാണ് ഇത് നവീകരിച്ചത്. ഭംഗിയുടെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലൊരു നമുക്ക് നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സമാധാനം കിട്ടും കേട്ടോ. ഒരു പ്രത്യേക ഒരു ഇത് കിട്ടും. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പരാതികളും പരിഭവങ്ങളും എല്ലാം അവിടെ ഇറക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ് കേട്ടോ. വരുത്തുകയല്ല, വരാൻ പോവുകയാണ്. അപ്പം അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇവിടെ ഒന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക, ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക, അനുഗ്രഹം മേടിക്കുക. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വന്നിട്ട് പോവുക അല്ലേ. അപ്പം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ.